ഓ എനിക്ക് വയ്യ. ഇതെല്ലാവർക്കും കൊടുത്തോ, ഞാൻ വരാം. പ്രിയക്കുട്ടി, ഓ എന്തൊരു ഗ്ലാമറാ പ്രിയേ. കാഞ്ചീപുരം പട്ട്, കഴുത്തു നിറയെ സ്വർണം, ഓസി ഫുഡ്, എസിയില് ബെഡ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് കലക്ക് കലക്ക്. മര്യാദക്ക് സംസാരിക്കണം. ഓ എന്റെ മോൾ ഇതെന്താ ഇങ്ങനെ? ആ ദൈവം തന്നെ സൗന്ദര്യം വെച്ച് നീ എന്തായാലും ഒരു പണക്കാരനെ കറക്കെടുത്തല്ലോ. നടക്കട്ടെ, കൊക്ക് പോലെ വെളുത്തല്ലേ ഇരിക്കുന്നേ. പോടാ തേണ്ടി. നീ എവിടെ വരെ പോകും? പൂജാരി മന്ത്രം നിർത്തണ്ട, നടക്കട്ടെ. ഇരിക്കെ, നിങ്ങളെല്ലാം ഇരിക്കേ. ഡാഡി ഒന്ന് ചുമ്മാ ഇരി. വാമോളെ താങ്ക് യു മോളെ. ഇരിക്കെ പറയാം. വിജയ് ഏത് കാര്യത്തിനും ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഭാര്യയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ടുപേരും കൂടെ റീല് ചുറ്റുമാണല്ലോ രാവിലെ. ഇത് റീലൊന്നുമല്ല, ഉള്ളത് തന്നെ ഞാൻ പറഞ്ഞത്. ഡാഡി പറഞ്ഞത് പച്ചക്കള്ളം. നമ്മുടെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് ഈ വിളച്ചിൽ കാണിച്ചെങ്കിലും ഞാൻ അടി കൊടുക്കും. എന്താണ് അങ്ങനെ പറയുന്നത്? പ്രിയും സ്റ്റാഫ് ഒന്നാണോടാ? എന്റെ പോയിന്റ് ഡാഡി മനസ്സിലാക്കുന്നില്ലല്ലോ. രണ്ടുപേരും പെണ്ണുങ്ങളാണെന്നാ പറഞ്ഞു വന്നത്. നിങ്ങൾ തന്നെ ഓരോന്ന് തീരുമാനിച്ച് കൺഫ്യൂസ് ആകണ്ട. പ്രിയേ, ഡാഡി വെറുതെ കള്ളം പറയാ, നീ ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം കേട്ടോ. അങ്കിൾ, എനിക്ക് പ്രിയോടൊന്ന് സംസാരിക്കണം. പ്രിയ, നിനക്കാ ഫോൺ വീട്ടിൽ നിന്ന്. കവിതയാ നിന്നോട് സംസാരിക്കണമെന്ന്. 1 മിനിറ്റ് ഇപ്പൊ കൊടുക്കാം. കയ്യില് എങ്ങനെയാ മോളെ സംസാരിക്കുന്നത്? ഇപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പ്രിയ. താങ്ക് യു ചേച്ചി. എന്തിനാ മോളെ താങ്ക്സ്? എന്താ വിശേഷം? അച്ഛാ, അത് ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ചേച്ചി വിഷയം വിളിച്ചതാ. എന്താ മോളെ ഇത്? ഇന്ന് ബർത്ത്ഡേ ആണെന്ന് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. ശരി, സംസാരിക്കേ. ഞാനും അനിയത്തി നാട്ടിൽ പോവാ. നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഓ അത് ശരി, ഞാൻ വരാം. എന്താ മോളെ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കുമായിരുന്നു എന്നറിയോ? അല്ല ഡാഡി, ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാൻ എന്ത് ഫംഗ്ഷൻ ഉള്ളേ? വാടാ, കൃത്യസമയത്ത് തന്നെ വന്ന്. ഇന്ന് നിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന് നമ്മളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഓ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ എനിക്ക് സമയമായി, ഞാൻ പോകണേ. വിജയ്, ഇന്ന് വൈകിട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. അവളെയും വിളിച്ചോണ്ട് പുറത്തെവിടെയെങ്കിലും. ഇതെന്താ ഡാഡി ഒന്നും മനസ്സിലാക്കാതെ പറയുന്നേ? ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്യും, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. സ്വന്തം ഭാര്യയെക്കാൾ ഫ്രണ്ട്സ് ആണോടാ വലുത്? പ്രിയ ഞാൻ പരിചയപ്പെട്ടിട്ട് 5-6 മാസമായി കാണും. പക്ഷേ എൻ്റെ ഫ്രണ്ട് ചന്ദ്രുവിനെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നുണ്ടേ. ഡാഡി ഒരു കാര്യം ചെയ്യും, ഇന്ന് ഓഫീസിൽ പോകാതെ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. ബൈ. അവൻ എപ്പോഴും എങ്ങനെയാ മോളെ. ഒരിക്കൽ അവൻ എന്ത് ചെയ്തെന്നറിയോ? എന്റെ ബർത്ത്ഡേ അന്ന് പകല് മുഴുവനും ഫ്രണ്ട്സിനോട് ചുറ്റിക്കറങ്ങിയിട്ട് രാത്രി 12 മണിക്ക് വന്ന് എന്നെ എണീപ്പിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡാഡി എന്ന് വിഷ് ചെയ്തു. അവനൊരു ടൈപ്പ്, അവനെ കുറിച്ച് നിനക്ക് അറിയാലോ. അവനോട് പോവാൻ പറ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഗോഡ് ബ്ലെസ് യു. ദീർഘായുസ് ഉണ്ടാവട്ടെ. അച്ഛാ, എന്റെ അനിയത്തിമാരെല്ലാം നാട്ടിൽ പോവാ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. നിന്റെ വീട്ടിലേക്ക് പോവാൻ എന്റെ പെർമിഷൻ വേണോ മോളെ? എൻജോയ് യുവർ ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ പോയിട്ട് വാ മോളെ. ഓൾ ദി ബെസ്റ്റ്. സമയം 12 പ്രിയെ ഇനിയും കാണുന്നില്ലല്ലോ. ഗോപാല, അവൻ ഉറങ്ങിയോ? മുറി ലൈറ്റുണ്ട്. ഇന്ന് ശിവരാത്രി തന്നെ. അച്ഛാ, എന്താ കൊച്ചേ ഇത്ര താമസം? ഒരു ഫോൺ ഉണ്ടായിരിക്കെ. വാ,
എന്താ അച്ഛാ, അദ്ദേഹം വന്നോ? എന്നും പാതിരാത്രിക്ക് വരുന്നവ എന്ന് നേരത്തെ വന്നു മോളെ. വന്നപ്പോ നീ ഇല്ലെന്നറിഞ്ഞ് ടെൻഷനായി അകത്ത് പോയിരുന്നതാ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ എന്നോട് ചോദിക്കാതെ എങ്ങോട്ട് പോയി? ഞാനല്ല, അവൻ അങ്ങനെ ചോദിച്ചു എന്ന് വെച്ചോ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയതെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്ക്. നിക്ക്. മണി 12. എവിടെയായിരുന്നു കറക്കം? സത്യത്തിൽ കുറച്ചെങ്കിലും പേടിയുണ്ടോ തനിക്ക്? ആരെ കാണാൻ പോയതാ? ചോദിച്ച കേട്ടില്ലേ? ഇങ്ങനെ മിണ്ടാതിരുന്ന എന്താ അർത്ഥം? എവിടെ പോയതാണോ? അത് ഞാൻ സിസ്റ്റേഴ്സ് നാട്ടിൽ പോയി. അയച്ചിട്ട് വരാൻ ലേറ്റായി. അച്ഛനോട് പറഞ്ഞിട്ടാ രാവിലെ പോയത്. ഞാൻ വേറെ എവിടെയും പോയില്ല, ആരെയും കാണാൻ പോയില്ല. എനിക്ക് വേറെ ആരും അറിയില്ല. കരയണ്ടെന്ന് ഇനി വന്നേ. ഇയാളിരിക്കെ. ചുമ്മാ അതൊന്ന് വരട്ടാന്ന് ഞാൻ ഓർത്തപ്പോ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അതെങ്ങനെ? എങ്ങനെ എങ്ങനെ എങ്ങനെ? സിസ്റ്റേഴ്സ് നാട്ടിലേക്ക് പോവായിരുന്നു. അയച്ചിട്ട് വരാൻ ലേറ്റായി. അച്ഛനോട് പറഞ്ഞിട്ടാ ഞാൻ പോയത്. എനിക്ക് ആരെയും അറിയില്ല, ആരെയും കണ്ടില്ല. അയ്യോ നിങ്ങൾക്ക് എന്നെ സംശയമൊന്നുമില്ലല്ലോ? എത്ര ദിവസം ഞാൻ ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. ചില ദിവസം വരാത്ത ദിവസമുണ്ട്. എന്നെ നീ എന്തെങ്കിലും സംശയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിന്നെ ഞാൻ സംശയിക്കുന്നത്? ഇത് നോക്ക് പ്രിയേ, എന്നിൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. സത്യം. സമാധാനമായോ? പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഒത്തിരി വഴക്ക് പറഞ്ഞു മോളെ. തല്ലിയോ? പിന്നെന്തിനാ മോളെ കരയുന്നേ? അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് നമുക്ക് ആർക്കും മനസ്സിലായില്ല അച്ഛാ. നമ്മൾ മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജീവിതം ഈ 1 വർഷം കൊണ്ട് അവസാനിക്കാതെ ആയുസ് മുഴുവനും അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നു.